സഹോദരങ്ങളെ, ബറക്കത്ത് തേടുക എന്നത്, തബറുക്ക് എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കുക. 3 നിബന്ധനകൾ. ഏതൊരു വസ്തുവിൽ നിന്ന് ബറക്കത്ത് തേടുമ്പോഴും 3 നിബന്ധനകൾ പാലിക്കണം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിവ് സ്ഥിരപ്പെട്ട ഒരു വസ്തുവിൽ മാത്രമേ ബറക്കത്തുണ്ട് എന്ന് പറയാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. ഖുർആനിലോ സുന്നത്തിലോ തെളിവ് വരണം. ചില ആൾക്കാർ ചെന്നാൽ കാണാം മക്കയിലെ മണ്ണ് കൊണ്ടുവരുന്നതാണ്. അതല്ലെങ്കിൽ മദീനയിൽ പോയാൽ അവിടുത്തെ വാതിൽ മുമ്പ് അല്ലെങ്കിൽ അതിന് കവളിങ്ങനെ വെച്ചിരിക്കും. അതിന് കുറേ നേരം തൊട്ട് വെക്കും. സുഹൃത്തെ, മദീനയിൽ ഉണ്ടാക്കിയ വാതിൽ ചിലപ്പോൾ വേറെ ഏതോ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്നായിരിക്കും. അത് മദീനത്തെ വസ്തു കൂടെ ആയിരിക്കില്ല, വേറെ എവിടെ നിന്നും ഉണ്ടാക്കി കൊടുന്നായിരിക്കും. അതല്ലെങ്കിൽ മക്കയിൽ അവിടുത്തെ മണ്ണ്, എന്തൊരു മണ്ണാണിത്, എന്നിട്ട് ആ മണ്ണ് എടുത്തു കൊണ്ടുവരും. ആ മണ്ണിന് മുകളിൽ തന്നെയാണ് അബൂജഹലും നടന്നത്. ആ മണ്ണിന് മുകളിൽ തന്നെയാണ് അബൂ ലഹബും നടന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇന്നൽ അർദ ലാ തുഖദ്ദിസു അഹദൻ. മണ്ണോ ഭൂമിയോ ഒരിക്കലും ഒരാളെ പരിശുദ്ധനാക്കുകയില്ല. വ ഇന്നമാ തുഖദ്ദിസുഹു അഅമാലുഹു. മനുഷ്യനെ നന്നാക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങളാണ്. നീ ഏത് മണ്ണിൽ ജനിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സഹോദര, ഒന്നാമത്തെ കാര്യം, ബറക്കത്ത് ഒരു വസ്തുവിൽ ഉണ്ട് എന്ന് പറയണോ ഖുർആൻ ഹദീസിലോ തെളിവ് വേണം. തെളിവില്ലാതെ പറയാൻ പാടില്ല. കാരണം ഇത് ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് ബറക്കത്ത് എടുക്കുന്നത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വസ്തുവിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് തോന്നിയത് ചെയ്യാമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദീനയിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മദീനയിൽ മണ്ണ് വാരി തിന്നാലോ പാടുണ്ടോ? ഇല്ല. ഖുർആനിൽ ബറക്കത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഖുർആനിൽ ബറക്കത്ത് എടുക്കേണ്ടത്? അത് കെട്ടിപ്പിടിച്ചിരുന്നത് കൊണ്ടാണോ? എപ്പോ നോക്കിയാലും യാത്രയിൽ ഖുർആൻ ഓതുന്നില്ല, ഒരു കോപ്പി ഖുർആൻ എപ്പോഴും കയ്യിലുണ്ട്, ഓതുന്നില്ല, തൊട്ട് വെക്കുന്നില്ല. അങ്ങനെയാണോ ഖുർആനിൽ നിന്ന് ബറക്കത്ത് എടുക്കേണ്ടത്? ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. ഷോക്കേസിൽ കാണാം ഖുർആൻ ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്, ഇതുവരെ അവനെടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല. ഇങ്ങനെയാണോ ഖുർആനിൽ നിന്ന് ബറക്കത്ത് എടുക്കേണ്ടത്? അല്ല. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ ബറക്കത്ത് എടുക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കിതാബുൻ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു. ഇതാ ഈ കിതാബ് മുബാറക്കാണ്, ബറക്കത്തുള്ള കിതാബാണ്. അല്ലാഹു അനുഗ്രഹം നിശ്ചയിച്ച കിതാബാണ്. എങ്ങനെ ബറക്കത്ത് എടുക്കണം? ഫത്തബിഊഹു, നിങ്ങളത് പിൻപറ്റണം. ബറക്കത്ത് എടുക്കേണ്ട ഒരു രൂപതാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. ഈ ഖുർആൻ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു നൽകിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. എങ്ങനെ ബറക്കത്ത് എടുക്കേണ്ടത്? ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിന് ബറക്കത്ത് എടുക്കേണ്ട രൂപം എന്താണ്? അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. ലിയദബ്ബറു ആയാതി, ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഏതൊരു കാര്യത്തിൽ നിന്നും ബറക്കത്ത് എടുക്കേണ്ടത് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തോന്നിയത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിച്ചതേ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെ, ഈ പറഞ്ഞ വസ്തുക്കളിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വസ്തുക്കൾ സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്നല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നിനക്ക് നന്മയിൽ വർധനമുണ്ടാക്കും, നിനക്ക് ഖൈറുകൾ അധികരിപ്പിച്ച് നൽകും എന്നു മാത്രമേ അർത്ഥമുള്ളൂ. ആ വസ്തുക്കൾ അവക്ക് യാതൊരു ഉപകാരമോ യാതൊരു ഉപദ്രവമോ ചെയ്യാനുള്ള ശേഷിയോ സ്വാധീനമോ കഴിവോ ഒന്നും തന്നെയില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞ 3 നിബന്ധനകൾ? ഒന്നെന്താ? ബറക്കത്തുണ്ട് എന്നുള്ളത് തെളിവ് കൊണ്ട് സ്ഥിരപ്പെടണം. ബറക്കത്ത് എടുക്കേണ്ട രൂപം തെളിവ് കൊണ്ട് സ്ഥിരപ്പെടണം. 3, ഏതൊരു വസ്തുവും സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. ഇതൊക്കെ സഹോദരങ്ങളെ ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ്. ഈ പറഞ്ഞത് ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്
അന്നാഫിഉ അദ്ദാർ, ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ബോധ്യവും തിരിച്ചറിവും അവന് എപ്പോഴും ഉണ്ടായിരിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ഹജറുൽ അസ്വദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് അത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ ചുംബിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ ഒരാൾ ചുംബിച്ചാൽ അവന്റെ തിന്മകൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ധാരാളം നന്മകൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് കൊണ്ടുണ്ട്. അൽ ഖലീഫ അൽ മഹ്ദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നു. അദ്ദേഹം അത് ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ്. മനോഹരമായ ഒരു വാക്ക് തൻ്റെ ചുറ്റുമുള്ളവർ കേൾക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കല്ല് ചുംബിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു അന്നക ഹജർ, അല്ലാഹു തന്നെ സത്യം, നീ ഒരു കല്ലു മാത്രമാണ് എന്ന് എനിക്കറിയാം. ലാ തൻഫഉ വലാ തദുർ, നീ ഒരു ഉപകാരവും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക ലമാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുകയില്ലായിരുന്നു. അതാണ് തൗഹീദ്. ഇന്ന് ഹജ്ജുൽ അസ്വദ് അത് നിൽക്കട്ടെ, മക്കയിൽ പോയാൽ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് എന്താ, മദീനയിലെത്തിയാൽ ആളുകൾ ചെയ്തു കൂട്ടുന്നത് എന്താ, ചിലർക്ക് സ്വന്തം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എവിടെ വെക്കണം, എവിടെ കെട്ടിപ്പിടിക്കണം, എവിടെ വീണ് കിടക്കണം, എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ സഹോദര, ദീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാട്ടിക്കൂട്ടലുകളല്ല, ഇത്തരം വിഡ്ഢിത്തരങ്ങളല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഇത്തിബാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അവിടെ നിൽക്കലാണ്. അതാണ് ദീൻ. അത് ബോധ്യപ്പെടുത്തുന്ന സംഭവം, മനോഹരമായ സംഭവങ്ങളിലൊന്നാണ് ഈ സംഭവം.